ഹലോ വെൽക്കം ടു ലിവിംഗ് ഡിജിറ്റൽ. ഇന്ന് ഞാൻ ലേറ്റസ്റ്റ് ഓർ ആർട്ടിസ്റ്റിക് ഇൻറ്റൻസ് എന്ന പെർഫ്യൂം പരിചയപ്പെടുത്താം. ഇത് സ്ട്രോങ്ങർ വിത്ത് യു ഇൻറ്റൻസ്ലിൻ്റെ ഇൻസ്പയർഡ് വേർഷനാണ്. നമ്മുടെ കയ്യിൽ ഏറ്റവും അധികം ആളുകൾ എൻക്വയറി ചെയ്യുന്നതും ഒരുപാട് പേര് വാങ്ങിക്കുന്നതുമായ ഒരു സെൻറ്റാണ് സ്ട്രോങ്ങർ വിത്ത് യുവിൻ്റെ ഇൻറ്റൻസിൻ്റെ വേർഷൻ, അതായത് ഇൻറ്റൻസ്ലി. ഓക്കെ, സോ നമ്മുടെ പേര് സ്ട്രോങ്ങർ വിത്ത് ആർട്ടിസ്റ്റിക് ഇൻറ്റൻസ്, ആർട്ടിസ്റ്റിക് എന്നാണ് സ്ട്രോങ്ങർ വിത്ത് യുവിൻ്റെ പേര്. ഓക്കെ, സോ ഫ്രാഗ്രൻസ് അധികം പറയേണ്ട കാര്യമില്ല, മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും എന്താണ് സ്ട്രോങ്ങർ വിത്ത് യു എന്നുള്ളത്. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു വെനില, സിനമൺ, ആംബർ, കുറച്ചൊരു സ്പൈസി, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. ഒറ്റ സ്നിഫിൽ തന്നെ നമുക്കത് മനസ്സിലാവും ഈ സാധനങ്ങളൊക്കെ ഇതിലുണ്ടെന്നുള്ളത്. ഒരു സ്വീറ്റ്നെസ്സും ഉണ്ട്, ഒരു ടോങ്ക ബീൻസിൻ്റെ ആ ഒരു ടോൺ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെയാണ് ഇതുള്ളത്. അപ്പോൾ ഒരു ഓൾ ടുഗദർ ആയിട്ട് നമുക്കിതിൽ നിന്ന് ഫീൽ ചെയ്യുക ആ ഒരു ടോങ്ക ബീൻസിൻ്റെ സ്വീറ്റ്നെസ്, വെനിലൻ്റെ നോട്ട്സ്, അതുപോലെ തന്നെ ആംബർ നോട്ട്സും പിന്നെ കുറച്ചൊരു സ്പൈസി നോട്ട്സ് എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ നോട്ട്സ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ഫ്രഷ്നസ് ഉണ്ട്, ഒരു അരോമാറ്റിക് ഫ്രഷ്നസ് പോലെ തോന്നും. പിന്നെ അതിൽ നിന്ന് ഒരു സ്പൈസി ഹിൻറ്റ് പോലെ നമുക്ക് തോന്നും, ഒരു കാടമം, അങ്ങനത്തെ ഒരു സ്പൈസിനെസ്സും അരോമാറ്റിക് നോട്ട്സും അതാണ് തുടങ്ങുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇതിലേക്കാണ് എത്തുക എന്ന് നമ്മുടെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന പിന്നെ ആ ഒരു സിനമൺ അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോങ്ക ബീൻസും ഉണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു മിഡിൽ നോട്ട്സ് മുതലാണ് ഒരു ആംബർ ഡെവലപ്പായി വരുന്നുണ്ട്. വെനില ഒന്നുകൂടി സ്ട്രോങ്ങർ ആയിട്ട് വരും. പിന്നെ ഏറ്റവും ഡൗണിലേക്ക് പോകുമ്പോൾ ഇതൊരു ടോങ്ക ബീൻസ്, ആംബർ, സിനമൺ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലോട്ട് പോവുകയാണ്. സോ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്, എല്ലാ ഒക്കേഷൻസിലേക്കും യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു പെർഫ്യൂം. നിങ്ങൾ ഈ അസാരോ മോസ്റ്റ് വാണ്ടഡ്, അതുപോലെ അസാരോ വാണ്ടഡ് ബൈ നൈറ്റ്, ഇങ്ങനത്തെ പെർഫ്യൂംസ് പിന്നെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അതിൻ്റെയൊക്കെ ആ ഒരു നാച്ചുറാണ്, ഒരു ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റിയ ഒരു പെർഫ്യൂമാണത്. അങ്ങനത്തെ അതൊക്കെ ഇങ്ങനെയുള്ള വരുന്നത്, ഒരു വെനില, സ്പൈസി, സ്വീറ്റ്നെസ് ആയിട്ടുള്ള. സോ ആ ഒരു ഗ്രൂപ്പിലൂടെ വരുന്ന ഒരു സെൻറ്റാണിത് സ്ട്രോങ്ങർ വിത്ത് യു ഇൻറ്റൻസ്. സോ അത് പെർഫോമൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന പെർഫ്യൂം കൂടിയാണ്. ഒരു 2.5 to 3 hours വരെ ഇതിൻ്റെ പ്രൊജക്ഷൻ ഉണ്ട്. പിന്നെ അവിടുന്ന് ഒരു 9+ hours ഒക്കെ നമുക്ക് ഇതിൻ്റെ ലോഞ്ചിവിറ്റി നമ്മുടെ ഡ്രസ്സിൽ ഈസി ആയിട്ട് കിട്ടും. കോട്ടൺ ഡ്രസ്സിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് ലാസ്റ്റ് ചെയ്യും. ഒരു ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓഫീസിലോട്ടൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതലും ലാസ്റ്റ് ചെയ്യും. കാരണം നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു സെൻറ്റാണ്. പിന്നെ ഫ്രാഗ്രൻസ് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്. പൊതുവേ നമ്മുടെ ആ ഒരു ഇൻവിക്ടസ് കാറ്റഗറിയിൽ നിന്ന് വരുന്ന സെൻറ്റുകളൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത് സാധാരണ ഇൻവിക്ടസ് പോലെ ഒന്നുമല്ല, ഇത് കുറച്ചും കൂടി ഡെപ്ത്ത് കൂടുതലുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ മോസ്റ്റ് വാണ്ടഡ് ആ ഒരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത് എന്നുള്ളത്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാത്തിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ വാണ്ടഡ് ബൈ നൈറ്റ്, മോസ്റ്റ് വാണ്ടഡ്, ഇങ്ങനത്തെ സെൻറ്റുകൾ ഇത് പൊതുവേ ഒരുപാട് പേര് ചോദിക്കുന്ന സെൻറ്റാണ് മോസ്റ്റ് വാണ്ടഡ്. അതേപോലെ തന്നെ സ്ട്രോങ്ങർ വിത്ത് യു, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ സ്ട്രോങ്ങർ വിത്ത് യു കൂടുതൽ പേരും ചോദിക്കാറുള്ളത് സ്ട്രോങ്ങർ വിത്ത് യു ഇൻറ്റൻസ് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും കൂടി ഡെപ്ത് ഉള്ള ഫ്രാഗ്രൻസ് ഇതായതുകൊണ്ടാണ്. അപ്പോൾ അത്രയും നല്ലൊരു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് തന്നെയാണ്. നല്ല പെർഫോമൻസ് ഉള്ളതാണ്, ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സോ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കിയോളൂ. പിന്നെ ഒരു ഇനൊഫെൻസീവായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് സെൻറ്റ്. പെട്ടെന്ന് ഈ സാധനം മനസ്സിലാവും. നമ്മളൊരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു സെൻറ്റ് അപ്ലൈ ചെയ്ത ആളുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഇതിൽ നിന്ന് നല്ല ഷാർപ്പായിട്ടുള്ള നോട്ട്സാണ് പുറത്തോട്ട് സ്പ്രെഡായി വരുന്നത്. കാരണം ഞാനിത് പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതേപോലെ നമ്മുടെ ഈ മറ്റേ സുഡിയോയിൽ ഏതോ ഒരെണ്ണം ഒരിക്കലും ഇത് വന്നിരുന്നു. സുഡിയോ ബാച്ച് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് ചില സമയത്ത് ഒന്ന് വരും, ചില സമയത്ത് മാറും. അപ്പോൾ ഒരിക്കലും ഇതേപോലെ ഞാൻ സ്റ്റുഡിയോ പോയ സമയത്ത് സ്ട്രോങ്ങർ വിത്ത് യുവിൻ്റെ സ്മെല്ല് വരുന്നവരിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അത് സ്നിഫ് ചെയ്തപ്പോൾ പെട്ടെന്ന് നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കും ഇത് ഇന്നതാണ് എന്നുള്ളത്. അങ്ങനത്തെ ഒരു നല്ലൊരു ഐഡൻറ്റിറ്റി ഈ സെൻറ്റിനുണ്ട്. ചില പെർഫ്യൂംസ് നമ്മൾ സ്നിഫ് ചെയ്താൽ നമ്മളിങ്ങനെ ഓർക്കണം ഏതായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ഇത് സ്ട്രൈറ്റ് അവേ നമുക്ക് മനസ്സിലാവും ഇത് ഇന്നതാണ് എന്നുള്ളത്. അങ്ങനത്തെ ഒരു സെൻറ്റാണ്. സോ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ലൊരു പെർഫ്യൂം, അത്യാവശ്യം ലോഞ്ചിവിറ്റി ഉള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.